ഹലോ ഗൈസ്, ഇന്ന് ബാലദ്വീപ് അല്ലേ? ബാലദ്വീപ് ബാലത്തുരുത്ത് ബാലദ്വീപ് എന്നൊക്കെ പറയും. എന്തായാലും ബാലത്തുരുത്ത് നിന്ന് ഒരു ചെറിയ സഞ്ചാരമാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ കോഴിക്കോട് തന്നെയാണ്, യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. പള്ളിക്കുന്ന് പഞ്ചായത്ത്. ഏകദേശം ഒരു 800 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് സുന്ദരമായിട്ടൊരു 1 മണിക്കൂർ 1 ഹവറോളമൊക്കെ സുന്ദരമായിട്ട് ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് അങ്ങനെ സഞ്ചരിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ അംസക്കുണ്ട്, കുറേ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വൈറൽ ആദിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴുള്ള സുന്ദരമായ കാഴ്ചകൾ മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളിലേക്ക് ഊഷ്മളമായ സ്വാഗതം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. കടലുണ്ടിയിലെ ബാലദ്വീപ് ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കൂടെയായിട്ട് ഹംസക്കുണ്ട്, കരുവാരക്കുണ്ട്. ഹംസക്ക കുതിര റൈഡിംഗ് മേഖലയിലെ സീനിയർ ഹീറോ ആണെങ്കിൽ 2 ജൂനിയർ ഹീറോകൾ എൻ്റെ കൂടെ ഉണ്ട്. അതിലൊരാൾ അബ്ദുൽ ഹാദിയാണ്, മറ്റൊരാൾ ആദിൽ റോഷനാണ്. ആദിൽ റോഷൻ തൊട്ടടുത്ത സമയങ്ങളിൽ ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കുതിര റൈഡിംഗ് മേഖലയിൽ കൂടുതൽ കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടി ഉപരിപഠനാർത്ഥം അവിടേക്ക് പോകുന്നു എന്നൊക്കറിയാൻ സാധിച്ചു. അബ്ദുൽ ഹാദി ആകുമ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി, കുതിര റൈഡിംഗ് മേഖലയിൽ അവൻ്റെതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ച് കുതിര ഓട്ട ആരാധകരുടെ മനം കവർന്ന കൊച്ചുമിടുക്കനാണ്. എന്തായാലും ഹംസക്കയെയും അവരുടെ ശിഷ്യന്മാരുടെയും കുതിരകളുമായി ബന്ധപ്പെട്ട വിശാലമായ കാഴ്ചകൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കണ്ട. ഈ യാത്രയിൽ നമുക്ക് ഇവിടെ എൻജിൻ ഘടിപ്പിക്കാൻ സാധിക്കില്ല, മോട്ടോർ ഘടിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള തുഴഞ്ഞ് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം എടുത്ത് കാണിച്ചത്. എന്തായാലും ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടം ഒന്ന് സന്ദർശിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇങ്ങോട്ട് കടന്നു വരാനും, അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ടുള്ള കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാനതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂർ സമയത്തിന് 1 ഹവറിന് 800 രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ വെക്കാത്തതുകൊണ്ട്, എൻജിൻ്റെ സഹായത്തോടെ അല്ലാത്തതുകൊണ്ട് തുഴഞ്ഞ് തന്നെ നീങ്ങുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് സൈലൻ്റായിട്ട് എൻജിൻ്റെ അപശബ്ദങ്ങളൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിലൂടെ കേരളത്തിൻ്റെ പേരിന് കാരണമായ കേരവൃക്ഷവും അതിനിടയിൽ കണ്ടൽക്കാടുകളും തോടും പുഴകളും അരുവികളൊക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള അതിമനോഹരമായ കാഴ്ചകളാണ്. ഒരു സംശയം വേണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്യും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഇവിടേക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ കണ്ടൽക്കാടുകൾക്കിടയിലെ ദുരൂഹതകൾ നിറഞ്ഞ പേരിനുടമയായ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസായ ബാലദ്വീപിനുള്ളിലെ അതിമനോഹരമായ കാഴ്ചകളാണ് മാന്യ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നത്. വീഡിയോ ഒരല്പം ലെങ്ത് കൂടും, പക്ഷേ കാണാൻ കാഴ്ചകൾ ധാരാളമാണ്. കടന്നു വന്ന വഴികളിലെല്ലാം ഓരങ്ങളിലായിട്ട് ഇതുപോലെ മത്സ്യ കൃഷി നടത്തുന്നുണ്ട്. ചെമ്മീൻ കൃഷി മറ്റൊക്കെ ബന്ധപ്പെട്ട പല ഓരോരോ ടീമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കടന്നു വരുന്ന വഴികളിലും നേരത്തെ അത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ മറന്നുപോയി. വരാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. തൊട്ടു മുമ്പിലായിട്ട് പ്രൈവറ്റായിട്ട് ഇങ്ങനെ ചെറിയ വള്ളങ്ങളിൽ തുഴഞ്ഞു പോകുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദൂരെയായിട്ട് ഒരു പാലം കാണുന്നു. ധാരാളം പാലങ്ങൾ നമുക്ക് കടന്നു പോകാനുണ്ട് ഈ മുന്നോട്ടുള്ള യാത്രയിൽ. ഈ മുന്നോട്ട് കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ 2 ദ്വീപുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഏകദേശം ഒരു 4-5 അടി മാത്രമേ അതിന് വീതി ഉണ്ടാകുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇനി ട്രെയിൻ പോകുന്നതും വാഹനങ്ങൾ പോകുന്നതായിട്ടുള്ള പാലങ്ങളൊക്കെ കടന്നു വരാനുണ്ട്. വരാനിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകണം എന്നും കൂടി അപേക്ഷിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് വിവിധങ്ങളായ കൗതുകവും ഉപകാരപ്രദവുമായ ധാരാളം വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ ധാരാളം ഫാമിലി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഓരോ ബോട്ടിലും ഏകദേശം 12 to 15 ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ളൊരു പാലമാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പാലമാണ് കടലുണ്ടി മുമ്പ് ദുരന്തമൊക്കെ നടന്ന പാലമാണ്. ഇനി ഈ പാലത്തെ കവർ ചെയ്ത് നമ്മൾ എത്തിച്ചേരാനുള്ളത് അടുത്ത പാലത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ധാരാളം പാലങ്ങൾ നമുക്ക് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി ഒരല്പം കൂടെ മുന്നോട്ട് പോയാൽ എന്താ പറയുക, കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്കൊരു യാത്ര ഉണ്ട്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കടന്നു വന്ന വഴികളിൽ നമ്മൾ 2 പാലം കവർ ചെയ്തു. ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലുണ്ടി റെയിൽ പാലമാണ്
ദൂരെയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുമ്പ് ആ ദുരന്തം ഒക്കെ സംഭവിച്ച ആ പാലം. അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഇനി ഈ പാലത്തിലൂടെ ഒരു ട്രെയിൻ കടന്നു വരുന്ന കാഴ്ചകൾ, അതിൻ്റെ ലൈവ് കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് കാണാം. ട്രെയിൻ കടന്നുപോയ പാലത്തിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ചുവട്ടിലൂടെയാണ് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത്. കടലുണ്ടി റെയിൽവേ പാലത്തിൻ്റെ ഒരു പാലം നമ്മൾ കവർ ചെയ്തു. രണ്ടാമത്തെ പാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ താഴ്ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 ട്രാക്കുകൾക്കായിട്ട് 2 പാലമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മണ്ണൊലിപ്പ് തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം കാണുന്നു. അതിൽ നല്ലൊരു മരം വളർന്നു വരുന്ന കാഴ്ചകൾ കാണുന്നു. കുറച്ച് ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, കിട്ടുന്ന ഗ്യാപ്പുകളിലൊക്കെ ആളുകൾ ചൂണ്ടയിടാൻ വേണ്ടി ഓരോ സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ്. വളരെ ഡേഞ്ചറാണ്. കാല് തന്നെ താഴോട്ട് വീണാൽ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. എങ്കിലും നമ്മളങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളീയർ ചിലർ ഭയങ്കര സാഹസിക പ്രകടനത്തിന് തയ്യാറാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ ധാരാളം ഫാമിലീസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഈ പുഴയിലൂടെ എന്താ പറയുക, ഓരോരുത്തർ തുഴഞ്ഞു പോകുന്ന കണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ മോട്ടോർ ഘടിപ്പിക്കാൻ പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ പക്ഷിസങ്കേതമുണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ ഈ ഒരു സൈലൻ്റ് കണ്ടൽക്കാടുകൾക്കിടയിൽ ഈ വെള്ളത്തിൻ്റെ കളകളാരവ മുഴക്കിക്കൊണ്ട് ഈ ഒഴുകലും അതിലിടയിൽ വ്യത്യസ്തമായ പക്ഷികളുടെ കരച്ചിലും ഒക്കെ ആയിട്ട് ഒരു സൈലൻ്റ് ഏരിയയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗന്ദര്യത്തിന്, ആ ഒരു നിശബ്ദ തനിമക്ക് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള മോട്ടോർ ബോട്ടുകളൊന്നും ഇവിടെ അനുമതി നൽകാത്തത്. കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലേക്ക് ഗുഹ പോലെ ഓരോരോ കവാടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള കവാടങ്ങൾക്കുള്ളിലൂടെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ ഒരു ഫാമിലി ഇപ്പോൾ ഉള്ളിലേക്ക് കടക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ്. അവരങ്ങോട്ട് കടന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്കും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭ്രാന്തൽ കണ്ടൽ എന്നൊരു ദുരൂഹത നിറഞ്ഞ പേരിനുടമയായ ഒരു ഭാഗമുണ്ട്. അവിടേക്കാണ് നിങ്ങളെ ശ്രദ്ധ നമ്മൾ ഇതിലൂടെ കൊണ്ടുപോകണം എന്ന് കരുതുന്നത്. ദൂരെയായിട്ട് കാണുന്ന ആ പാലമാണ് തിരൂർ താനൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന തീരദേശ ഹൈവേ. അത് നേരെ കോഴിക്കോടേക്ക് പോകുന്ന ഒരു ഹൈവേയാണ്. അപ്പോൾ അതാണ് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത്. അതിനോടനുബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് പക്ഷിസങ്കേതം ഉണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഈ ഒരു സ്പേസ്, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു മേഖല, ഇവിടെ ധാരാളം ദേശാടന പക്ഷികളൊക്കെ വന്ന് ചേരാറുണ്ട്, അതാത് സീസൺ സമയങ്ങളിൽ എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ ഇവിടം വരെ നമ്മളെ ഈ യാത്ര വരുന്നത്. ഇവിടെ നമ്മൾ തിരിക്കുകയാണ്. തിരിച്ച് വരുന്ന വഴികളിലാണ് നമ്മൾ കണ്ട കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഒരിക്കലും മാന്യപ്രേക്ഷകർ മിസ്സാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാലത്തിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിയാണ്. ഇവിടെ നമ്മൾ ബോട്ട് തിരിക്കുന്നു, നമ്മൾ തിരികെ പോകുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടൽക്കാട്, ഭ്രാന്തൽ കണ്ടലിൻ്റെ ഉള്ളിലേക്കുള്ള വളരെ മനോഹരമായ, വല്ലാത്ത ഒരു അനുഭൂതി നൽകുന്ന ഒരു കാഴ്ചയാണ്. അത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് സന്ദർശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. തിരികെ നമ്മൾ തിരിക്കുന്ന സമയത്ത് കടലുണ്ടി റെയിൽപാലാണ്. ഞങ്ങൾ ആ പാലത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ട് മുകളിലായിട്ട് ട്രെയിൻ പാസ് ചെയ്യുന്ന കാഴ്ചകൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും. കണ്ടൽക്കാടുകൾ പച്ച പിടിച്ച് ഓരോരോ കുന്നുകളായിട്ട് നിൽക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു പ്രതീതിയാണ്. അതിനോട് തൊട്ടുരുമി നിൽക്കുന്ന വർണ്ണവൈവിധ്യങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്ന മാനം, മേഘങ്ങൾ, കർമേഘങ്ങൾ. നേരത്തെ പറയുന്ന പോലെ തന്നെ ധാരാളം ഫാമിലീസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ അവരിവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പ്രകൃതിയൊക്കെ വലിയ രീതിയിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മളെല്ലാം വെട്ടിത്തകർത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്ന തിരക്കിലാണ്. കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്,
എങ്കിൽ കൂടെ ഇതുപോലെയുള്ള പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ഗുരുതരമായി ബാധിക്കും എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്തൽ കണ്ടലിനുള്ളിലേക്ക് കിടക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷാഫി. ബോട്ടിൻ്റെ മുൻവശത്തിരുന്ന് പരമാവധി കാഴ്ചകൾ കാണണമെന്ന ഉദ്ദേശത്തോടെ അവൻ മുന്നോട്ട് കയറിയതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. എന്തായാലും ഭ്രാന്തൽ കണ്ടലിൻ്റെ ഉള്ളിൽ, ഭ്രാന്തൽ കണ്ടലിനെ അവിടുത്തെ ചിലവർ ഭ്രാന്തൻ കണ്ടൽ എന്നൊക്കെ വിളിക്കുന്നൊക്കെ അറിയാൻ സാധിച്ചു. എന്തായാലും അതിനുള്ളിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് മുന്നിലായിട്ട് ഒരു ഫാമിലിയും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഈ ഒരു മരം എങ്ങനെയാണ് മണ്ണൊലിപ്പ് തടയുന്നത് ഒക്കെ ആയിട്ട്, മണ്ണൊലിപ്പ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരം കൃഷികൾ, എങ്ങനെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ വേരുകൾ എന്തുമാത്രം ആയത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു വല പോലെ തടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് മാന്യ പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇതുപോലെ ധാരാളം മരങ്ങളുണ്ട് വെള്ളത്തിൽ വളരുന്നു കരഭാഗങ്ങളിലൊക്കെ ആയിട്ട്. എന്തായാലും ഈ ഒരു ഇവിടുത്തെ മണ്ണൊലിപ്പ് തടയുന്നതിനും പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ വന്നത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇത്തരം കാടുകളെ നിലനിർത്തേണ്ടതുണ്ട്. നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധമായ വായു നൽകുന്നതിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ധാരാളം മരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതിനുള്ളിലുള്ള രസകരമായ കാഴ്ചകളാണ്. എന്തൊരു സൗന്ദര്യമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ മനസ്സിൽ ധാരാളം സമ്മർദ്ദങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുണ്ട്. വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ സമ്മർദ്ദത്തിലാണ്, ആദിയിലാണ്, വ്യാധിയിലാണ്, വേദനയിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ അമിതമായി നേരിടുന്ന സമയത്ത്, ഒറ്റപ്പെട്ടു പോകുന്നുവോ എന്നൊരു തോന്നലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഏകമായ യാത്ര, പ്രകൃതി ഒരുക്കിയ സൗന്ദര്യങ്ങൾ, മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുമ്പോൾ മനസ്സിന് നല്ല റിലാക്സ് കിട്ടും എന്നൊക്കെയാണ് എൻ്റെ എളിയ വിശ്വാസം. അങ്ങനെ നമ്മൾ ഭ്രാന്തൽ കണ്ടലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകുന്നതാണ്. അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട, അതല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വർദ്ധിക്കും എന്ന് കരുതിയുകൊണ്ടാണ്. ഇനി അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ഫാമിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവരങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് ഫാമിലിയായിട്ട്. കുട്ടികളുടെ മുഖത്ത് ആ കാണുന്ന ആ സന്തോഷം ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുട്ടികൾ പോലും എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഒരു അന്തരീക്ഷത്തെ. ഈ ഒരു അന്തരീക്ഷം വല്ലാത്തൊരു സംഭവമാണ്. അടുത്ത ഒരു ട്രെയിന് കടന്നു പോകുന്ന ദൂരെയായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു യാത്ര. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്ര ലെങ്തായിട്ട് ഞാൻ ചെയ്യാൻ കാര്യം. നമ്മൾ ഈ ഒരു ബോട്ട് യാത്രയിൽ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു മാനസിക അനുഭവം ഉണ്ടാകുന്നത്. എന്തായാലും എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു യാത്ര ഒത്തിരി ഇഷ്ടമായി. അതിലെൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടെയാണ്. പുള്ളി പല രാജ്യങ്ങളൊക്കെ, പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ഏരിയകളൊക്കെ സന്ദർശിക്കാൻ താല്പര്യക്കാരനാണ്. വിയറ്റ്നാമിൽ പോലും അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഇത്രയേറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട്, എന്നിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ തേടി ദൂരെ എവിടേക്ക് കറങ്ങുകയാണ്. അതങ്ങനെയാണ്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ പൂർവികർ പറയുന്ന ചില വാക്യങ്ങളിലോ വലിയ അർത്ഥങ്ങളുണ്ടാവുമെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളതായിട്ട് നമുക്കുള്ളിലുള്ള കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. എന്നിട്ട് അപ്പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് എന്നൊരു തോന്നലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കൽ മനുഷ്യ സഹജമായ ചില തീരുമാനങ്ങളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഉള്ളിലൂടെയുള്ള നമ്മൾ തിരികെ പോരുന്ന യാത്രകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇവിടം എത്തിച്ചേരാനുള്ള കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞങ്ങൾ സവാരിക്ക് ഉപയോഗപ്പെടുത്തിയ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവിടെ വന്നാൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സവാരിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂട്ടത്തിൽ യാത്രയിൽ പങ്കാളികളായിട്ട്
ഹംസക്കും അതുപോലെ തന്നെ ആദിൽ റോഷനുണ്ട്, അതുപോലെ തന്നെ അബ്ദുൾ ഹാദി ഉണ്ട്, പ്രിയ സുഹൃത്ത് ഷാഫി, തൗഫീഖ്, അങ്ങനെ അടങ്ങുന്നൊരു ടീമാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരികെ വരികയാണ്. ഇനി ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഗൂഗിൾ മാപ്പ് സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മാന്യപ്രേക്ഷകർ കാണുന്ന മാന്യപ്രേക്ഷകർ ഇതുപോലെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന അവർക്ക് ഉപകാരപ്രദമായ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ ഇടങ്ങളിൽ കാണിക്കാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഗൂഗിൾ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. തീർച്ചയായിട്ടും നമുക്കത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമാണ്. എന്തായാലും ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്, പരമാവധി അത് വിശദമായിട്ട് കാണിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് അത്രയും ലെങ്ത്തിൽ ചെയ്തത്. മാന്യപ്രേക്ഷകർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകണം എന്നൊരു അപേക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലെ ധാരാളം കാഴ്ചകൾ തുടർന്ന് വരാനുണ്ട്. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും അതുപോലൊക്കെ തന്നെ ഇപ്പം നേരത്തെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതുപോലെ കുതിര റൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വ്യത്യസ്തമായ മാർക്കറ്റുകൾ, അങ്ങനെ ഒരു മിക്സഡ് വ്ളോഗിങ് ചാനലായിട്ടാണ് എൻ്റെ പി എൽ ലത്തീഫ് വ്ളോഗ്സ് എന്ന ചാനൽ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇതേ പി എൽ ലത്തീഫ് എന്ന പേരിൽ തന്നെ എനിക്കൊരു പേജും കൂടിയുണ്ട്. അപ്പോൾ മാന്യപ്രേക്ഷകർ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ, അല്ലെങ്കിൽ ആ ഒരു ബോട്ട് സർവീസിൻ്റെ സ്ഥാപനത്തിൻ്റെ ബോർഡും കാര്യങ്ങളും ഏകദേശം ഏരിയയൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഹംസക്കൻ്റെ കുതിര റൈഡിങ് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ പഠിക്കാം. ഒരുപാട് മിനറൽ വാട്ടറുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് താൽക്കാലിക സഞ്ചാരത്തിന് സൗകര്യമൊരുക്കിയതാണ് നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീഡിയോ ഒരല്പം ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം എന്നറിയിക്കുന്നു. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരും കുറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അതേസമയത്ത് കൂടുതൽ കാണാനുള്ള ആളുകൾക്ക് വേറെ സംവിധാനങ്ങളില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദീകരിച്ച് കാണിച്ചത്. ഈ വരുന്ന വഴികളിലൊക്കെ ഓരോരോ പ്രൈവറ്റ് ടീമുകൾ അവരുടെ വള്ളങ്ങൾ ബന്ധിപ്പിച്ച് നിർത്തിയതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ തിരികെ വരുമ്പോൾ ഒരു നല്ലൊരു പരുന്തിനിവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതും കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളിലൊക്കെ ഞണ്ട് കയറിപ്പോന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിശദമായിട്ട് സൂം ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര രസമാണ്. എന്തായാലും ഇത് കാണുന്നത് പോലെയല്ല, ഇവിടെ വന്നിട്ട് ഈ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മളിങ്ങനെ ഈ തുഴയുന്ന ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഒരു സുഖം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പരുന്ത് അതായിരുന്നു. ഞങ്ങൾക്ക് തൊട്ട് മുമ്പിൽ തന്നെ ആയിട്ട് ഞങ്ങൾ അവനെ ഉപദ്രവിക്കില്ല എന്നുള്ളതിന് ബോധ്യമായും തോന്നുന്നുണ്ട്. പുള്ളി അടുത്ത ഒരു ഏരിയയിൽ വന്ന് നമ്മൾ തൊട്ടടുത്തെത്തുന്ന സമയത്ത് അദ്ദേഹം അവിടുന്ന് പാറി അകലുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ധാരാളം പക്ഷികൾ ഇവിടെ ഈ മരങ്ങളിൽക്കിടയിലൊക്കെ കുരുവികളും വ്യത്യസ്തമായ പക്ഷികളും അതുപോലെ തന്നെ ദേശാടന പക്ഷികളും ധാരാളം കടന്നു വരാറുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മാന്യപ്രേക്ഷകരോട് നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആ ബോട്ട് ഞങ്ങളെ കരയിൽ അടുപ്പിക്കുകയാണ്. അവരെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ ഈ ബോർഡുകളിൽ നിങ്ങൾക്കുണ്ടാവും. ഇങ്ങോട്ട് വരാനുള്ള ഏരിയ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. മറുപടി ആയിട്ട് ഞാൻ കടന്നു വരും. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.